Excel മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡേറ്റഡ് ഇഫ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. രണ്ട് തീയതികൾക്കിടയിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഈ കാണുന്നതാണ് ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, യൂണിറ്റ്. ഏത് രണ്ട് തീയതികൾക്കിടയിലുള്ള ഡിഫറൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിലെ ആദ്യത്തെ തീയതിയാണ് സ്റ്റാർട്ട് ഡേറ്റ്, രണ്ടാമത്തെ തീയതിയാണ് എൻഡ് ഡേറ്റ്, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് യൂണിറ്റ്. ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ മൂന്ന് രീതിയിലുള്ള ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്യും. ഡിഫറൻസ് ദിവസങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ, മാസങ്ങളിൽ വേണമെങ്കിൽ അങ്ങനെ, അതുമല്ല വർഷങ്ങളിൽ വേണമെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. സോ ഈ കാണുന്ന രണ്ട് ഡേറ്റുകൾ ജാനുവരി 1, 2000, 31 ജാനുവരി 2018, ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഡിഫറൻസ് ദിവസങ്ങളിൽ ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഡേറ്റഡ് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഡേറ്റഡ് ഇഫ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ് ആണ്, അതായത് ജാനുവരി 1, 2000 എന്ന തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന B11 എന്ന ഈ ഒരു സെല്ല്. സോ B11 സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ് 31 ജാനുവരി 2018 എന്ന തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന C11 എന്ന സെല്ല്. C11 സെലക്ട് ചെയ്യുക, കോമ, ഇനി യൂണിറ്റ് സ്പെസിഫൈ ചെയ്യണം, അതാണ് മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. നമുക്കിവിടെ ദിവസങ്ങളിലാണ് ഡിഫറൻസ് വേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് D, ഡബിൾ കോട്ട്സ്, ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ ഈ കാണുന്നതാണ് ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഡിഫറൻസ്, അതായത് ദിവസങ്ങളിലുള്ള ഡിഫറൻസ്. 6605 ദിവസങ്ങൾ. ഈ ഒരു ഡിഫറൻസ് മാസങ്ങളിൽ കിട്ടാനായിട്ട് ഈക്വൽ ഡേറ്റഡ് ഇഫ് സ്റ്റാർട്ട് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, കോമ, ഡബിൾ കോട്ട്സ് M, ഡബിൾ കോട്ട്സ്. ഡേറ്റ് ഡിഫറൻസ് മാസങ്ങളിൽ കിട്ടാനായിട്ട് M എന്ന ലെറ്റർ ഉപയോഗിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ 216 മാസങ്ങളാണ് ഈ രണ്ട് തീയതികൾക്ക് ഇടയിലുള്ള ഡിഫറൻസ്. ഇനി വർഷങ്ങളിലുള്ള ഡിഫറൻസ് നോക്കാം. ഈക്വൽ ഡേറ്റഡ് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, കോമ, ഡിഫറൻസ് വർഷങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് Y, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ രണ്ട് തീയതികൾക്കിടയിൽ 18 വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. ഈ കാണുന്ന ഫോർമുലകൾ താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാൻ എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. ഇനി ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു യൂസ് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് പ്രായം കാൽക്കുലേറ്റ് ചെയ്യാൻ ഡേറ്റഡ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈക്വൽ ഡേറ്റഡ് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻഡ് ഡേറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റ് റിട്ടേൺ ചെയ്യാൻ ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ടുഡേ ഫംഗ്ഷൻ, കോമ, ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് യൂണിറ്റ്, ഡബിൾ കോട്ട്സ് Y, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ 46 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ഏപ്രിൽ 24, 1973 ജനിച്ച ആൾക്ക് ജൂലൈ 28, 2019, അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 46 വയസ്സായി. ഇതുപോലെ താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തുകളിൽ നിന്നും ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. ഡേറ്റഡ് ഇഫ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.